അപ്പോൾ എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സവാള ഒന്ന് ഇടാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്യാം. കറിവേപ്പിലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമണം ഒന്ന് മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്തുടഞ്ഞിട്ടുണ്ട്. 1.5 സ്പൂണ് മുളക് പൊടിയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർക്കാം. ഇനി 1 സ്പൂണ് മല്ലിപ്പൊടി ഒന്ന് ചേർക്കാം. മല്ലിപ്പൊടി. ഒന്നര സ്പൂണ് ഗരം മസാല. അപ്പോൾ മസാലയൊക്കെ നല്ല ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോസേജ് ഇട്ട് മിക്സ് ചെയ്യാം. ഞങ്ങൾ ശകലം ഒന്ന് ഉപ്പിടുകയാണ്, കാരണം സോസേജിൽ ആവശ്യത്തിന് ഉപ്പുള്ളതാണ്. കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് വിതറാം.